ഹലോ ലവ്ലീസ്. വളരെ വ്യത്യസ്തമായ സസ്പെൻസും ഇമോഷൻസും സയൻസ് ഫിക്ഷനും എല്ലാം നിറഞ്ഞ ഒരു കിടിലൻ ജാപ്പനീസ് സീരീസാണ് നമ്മളിന്ന് കാണാൻ പോണേ. ഹ്യൂമൻ വേപ്പർ. മനുഷ്യൻ പുകയെ മറന്ന ഒരവസ്ഥയെക്കുറിച്ചും അതിന് പിന്നിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും പറയുന്ന ഈ കഥ നിങ്ങളെ തീർച്ചയായും ത്രില്ലടിപ്പിക്കും. സമയങ്ങളെ നമുക്ക് അതിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് J&T നെറ്റ്വർക്ക് എന്നൊരു പ്രശസ്തമായ വാർത്താ ചാനലിൻ്റെ ഓഫീസിലാണ്. അവിടേക്ക് ഒരു കൊറിയൻ പാക്കേജ് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ കഥയിലെ നായികയെ കാണുന്നത്, ചീഫ് റിപ്പോർട്ടറായ ക്യോക്കോ കോനോ. അവളൊരു ലൈവ് ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷെ അല്പം വൈകിപ്പോയി. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അവൾ സ്വയം ശാന്തയാകാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായാണ് അവളുടെ ഇൻ്റർവ്യൂ. നഗരത്തിലെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബയോമാസ് പവർ ജനറേഷന് വിദഗ്ധനായ എമറിറ്റിസ് കയ്യൂക്കോ സാനോയുമായാണ് സംസാരം. സാനോ വളരെ ഗൗരവത്തോടെ തൻ്റെ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തികച്ചും അപ്രതീക്ഷിതമായി ആ മുറിയിലേക്ക് കുറച്ച് പുകച്ചുരുളുകൾ പാഞ്ഞെത്തുന്നു. ഒരു പാമ്പിനെ പോലെ ആ പുക സാനോയുടെ ശരീരത്തിന് ചുറ്റും വലം വയ്ക്കുകയും പെട്ടെന്ന് അയാളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെയുള്ളവർക്കും ടി വി കാണുന്നവർക്കും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ സാനോയുടെ ശരീരം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. രക്തം തെറിക്കുന്ന ആ ഭയാനകമായ കാഴ്ചയോടാണ് കഥ ശരിക്കും തുടങ്ങുന്നത്. ഈ സീൻ മാറുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ മുതലാളി വളരെ ക്രൂരനായ ഒരാളാണ്. തൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പാവം കുടിയേറ്റ തൊഴിലാളിയോട് അയാൾ വളരെ മോശമായി പെരുമാറുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കസ്റ്റമർ എഴുന്നേറ്റ് വന്നിട്ട് ആ തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കുകയും മുതലാളിയെ നന്നായി തല്ലുകയും ചെയ്യുന്നു. ഈ വ്യക്തിയാണ് നമ്മുടെ നായകൻ, കെൻജി ഒക്കമോട്ടോ. കെൻജി വെറുമൊരു സാധാരണക്കാരനല്ല. കഴിഞ്ഞ 3 മാസമായി സസ്പെൻഷനിൽ കഴിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ സാനോയുടെ ഈ ദുരൂഹ മരണം അന്വേഷിക്കാൻ പോലീസ് ചീഫ് കെൻജിയെ തിരികെ വിളിക്കുകയാണ്. സ്റ്റേഷനിൽ തിരിച്ചെത്തുന്ന കെൻജിക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്യോക്കോയെ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ഇവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കെൻജിയുടെ മേലുദ്യോഗസ്ഥനായ ചീഫിന് ക്യോക്കോയെ തീരെ ഇഷ്ടമല്ല. അവരുടെ ചോദ്യം ചെയ്യൽ വളരെ ഇറുകിയതും എന്നാൽ അല്പം വ്യക്തിപരമായ രീതിയിലാണ് നടക്കുന്നത്. ഇവിടെ വെച്ചാണ് ഒരു കാര്യം നമ്മൾ അറിയുന്നത്. മുൻപ് നടന്ന ഏതൊരു സംഭവത്തിൻ്റെ പേരിൽ കെൻജിക്ക് സസ്പെൻഷൻ കിട്ടിയപ്പോൾ അതേ സംഭവത്തിലൂടെ ക്യോക്കോയ്ക്ക് വലിയ പ്രൊമോഷനാണ് ലഭിച്ചത്. ഇതവർക്കിടയിൽ വലിയൊരു വിടവുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം J&T ഓഫീസിൽ നേരത്തെ വന്ന പാക്കേജ് അവർ തുറന്നു നോക്കുന്നു. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറുള്ള ക്യോക്കോ അതിലൊരു QR കോഡ് കണ്ടെത്തുന്നു. അത് സ്കാൻ ചെയ്യുമ്പോൾ അതിലൊരു വീഡിയോ പ്ലേ ആകുന്നു. അത് സാനയെ കൊലപ്പെടുത്തിയ ആ ദുരൂഹ വ്യക്തിയുടെ കൊലയുടെ വീഡിയോ ആണ്. 27 വർഷങ്ങൾക്ക് മുമ്പ് താൻ സാനയെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും ഈ കൊലപാതകത്തിന് പിന്നിലെ എല്ലാ രഹസ്യങ്ങളും തൻ്റെ അടുത്ത നീക്കവും ബുംകോ റാമേ എന്ന റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ താൻ വെളിപ്പെടുത്തുമെന്നും അയാൾ ആ വീഡിയോയിൽ പറയുന്നു. എല്ലാ വാർത്താ ചാനലുകൾക്കും അയാൾ ഈ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. നിമിഷനേരം കൊണ്ട് ഈ വാർത്ത നാടെങ്ങും പാട്ടാകുന്നു. പോലീസുകാരാകട്ടെ യാതൊരു തുമ്പും കിട്ടാതെ കുഴങ്ങുകയാണ്. സാനയുടെ മരണകാരണം ശ്വാസകോശം പൊട്ടിത്തെറിച്ചതാണെന്നും അതിൽ രാസവസ്തുക്കൾ മൂലമുള്ള പൊള്ളലുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നു. ഇതിനിടയിൽ കെൻജി തൻ്റെ കുടുംബ സുഹൃത്തു കൂടിയായ സൂപ്രണ്ടൻഡൻറ്റ് ജനറലിനെ കാണുന്നു. കെൻജി എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും അവനൊരു കൂട്ട് വേണമെന്നും പറഞ്ഞ് അയാൾ കെൻജിക്ക് പെൺകുട്ടികളുടെ ആലോചനകൾ കൊണ്ടുവരുന്നുണ്ട്. കെൻജിയുടെ അച്ഛൻ വളരെ നല്ലൊരു പോലീസുകാരനായിരുന്നു. എന്നാൽ നല്ലൊരു അച്ഛനോ ഭർത്താവോ ആയിരുന്നില്ല എന്നൊരു വിവരവും ഇവിടെ നമുക്ക് കിട്ടുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സൂപ്രണ്ടൻഡൻറ്റ് കെൻജിയോട് പറയുന്നു, നിന്റെ സസ്പെൻഷൻ ഞാൻ പിൻവലിച്ചത് ക്യോക്കോയുമായി ബന്ധപ്പെട്ട ആ പഴയ പ്രശ്നങ്ങളിൽ നിന്ന് നീ പൂർണ്ണമായും പുറത്തു വന്നു എന്ന് തെളിയിക്കാൻ നിനക്കൊരവസരം നൽകാനാണ്. ഇവിടെ കഥ 5 വർഷം പുറകോട്ട് പോകുന്നു. ടോക്കിയോ പോലീസിനെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യാൻ ക്യോക്കോ സ്റ്റേഷനിൽ എത്തുന്നതും ചീഫ് അവളെ കെൻജിയുടെ കൂടെ വിടുന്നതും നമ്മൾ കാണുന്നു. അതിൽ കൂടുതലൊന്നും ആ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നില്ല. പിന്നീട് വീണ്ടും വർത്തമാനകാലം. കെൻജി ക്യോക്കോയ്ക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. ആ പ്രസ് കോൺഫറൻസിന് പോകരുതെന്നും അവിടെ ഒരു കെമിക്കൽ അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ടെന്നും അവനവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവിടെ പഴയ മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. തനിക്കെതിരെ നടന്ന കാര്യങ്ങൾക്ക് കെൻജി അവളോട് ഉത്തരം ചോദിച്ചിരുന്നെങ്കിലും അവൾ അവനെ അവഗണിക്കുകയായിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമാണ്. പ്രസ് കോൺഫറൻസ് നടക്കുന്ന ദിവസം കെമിക്കൽ അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടിയിലുള്ള കെൻജി ആൾക്കൂട്ടത്തിനിടയിൽ ക്യോക്കോയെ കാണുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. അവർ ഒന്നിച്ച് ഡ്യൂട്ടി ചേരുന്ന സമയത്ത് ഉറക്കമില്ലായ്മ, ഇൻസോംനിയ എന്ന സുഖമുള്ള ക്യോക്കോയെ എങ്ങനെ ശാന്തമായി ഉറങ്ങാമെന്ന് കെൻജി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ രംഗം. ഒരു മനോഹരമായ പ്രണയഗാനം കേട്ട് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു. അവളൊടുവിൽ ഉറങ്ങിപ്പോയപ്പോൾ അവന് വലിയ സന്തോഷമായിരുന്നു. വീണ്ടും പ്രസൻറ്റിലേക്ക്. എത്ര കാത്തിരുന്നിട്ടും ആ കൊലയാളി അവിടെ വന്നില്ല. ബോറടിച്ച ജനങ്ങൾ പതുക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റ് ഉടമസ്ഥൻ തനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവിടെ ബഹളം വയ്ക്കുന്നു. എന്നാൽ ക്യോക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഈ ബുംകോ രാമൻ റെസ്റ്റോറൻറ്റ് പണ്ട് വേറൊരു സ്ഥലത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. യഥാർത്ഥ കൊലയാളി പറഞ്ഞത് ആ പഴയ സ്ഥലത്തെക്കുറിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അവൾ കെൻജിയും കൂട്ടി അവിടേക്ക് പോകുന്നു. അവൾ ഊഹിച്ചതുപോലെ തന്നെ കൊലയാളി അവിടെ ഉണ്ടായിരുന്നു. ക്യോക്കോ ഒട്ടും ഭയമില്ലാതെ അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ പറയുന്നു താനൊരു ഇരയാണെന്നും തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും. വൈറ്റ് സെൻറ്റർ എന്നൊരു പേര് അയാൾ പരാമർശിക്കുന്നു. സമൂഹത്തെ നിയന്ത്രിക്കുന്ന
ഒട്ടേറെ കുറ്റകൃത്യങ്ങൾക്ക് കാരണക്കാരായ വളരെ ശക്തരായ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് വൈറ്റ് സെൻറ്റർ. അവർ ഒരിക്കലും തങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് പറയില്ലെന്നും അതുകൊണ്ട് അവരെ മുഴുവൻ താൻ കൊല്ലുമെന്നും അയാൾ പ്രഖ്യാപിക്കുന്നു. തൻ്റെ പേര് ഹ്യൂമൻ വേപ്പർ, പുക മനുഷ്യൻ എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സംസാരം നിർത്തുന്നു. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ പോലീസിനെ ആക്രമിച്ച് അയാൾ പെട്ടെന്ന് പുകയായി മാറുന്നു. പോലീസുകാർ തുരിതുര വെടിവെക്കുന്നുണ്ടെങ്കിലും ആ പുക മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ട പോലും ഏൽക്കുന്നില്ല. അയാൾ അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു. ഈ ഇൻ്റർവ്യൂ ടിവിയിൽ കാണുന്ന ഒബാറ്റ എന്നൊരു പ്രായമായ മനുഷ്യൻ. അയാളുടെ മുഖത്ത് വലിയൊരു ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു. പണ്ട് അയാൾ വൈറ്റ് സെൻറ്ററിൻ്റെ ഒരു ഡയറക്ടറായിരുന്നു. അവിടെ മരണപ്പെട്ട താൻ നോക്കിയിരുന്ന കുട്ടികളുടെ മുഖങ്ങൾ അയാൾ സ്വപ്നത്തിൽ വേട്ടയാടുകയാണിപ്പോൾ. ഇപ്പോൾ അയാൾ അനാഥർക്കും പാവപ്പെട്ട കുട്ടികൾക്കും ഭവനരഹിതർക്കും വേണ്ടി ഒരു യൂത്ത് ഗ്രൂപ്പ് തുടങ്ങി ജീവിക്കുകയാണ്. ടി വിയിൽ ഹ്യൂമൻ വേപ്പറിനെ കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. മറുവശത്ത് കൊലയാളിയുടെ യഥാർത്ഥ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയാൻ കെഞ്ചിയുടെ സഹപ്രവർത്തകനായ ആബെ ക്യോക്കോയെ ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ 4 മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നു. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയ കേസിൽ മുൻ യക്കൂസ അംഗമായ ജപ്പാനിലെ മാഫിയ അംഗമായ മോറിയെ കെഞ്ചി ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ യാതൊരു തെളിവും ഇല്ലാത്തതിനാൽ മോറിയെ വെറുതെ വിടേണ്ടി വരുന്നു. ഇതിൽ വല്ലാതെ വിഷമിച്ച കെഞ്ചി അന്ന് രാത്രി നന്നായി മദ്യപിച്ച് തൻ്റെ കാമുകി കൂടിയായ ക്യോക്കോയോട് ഈ ലോകത്ത് നീതിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. അന്ന് രാത്രി കെഞ്ചി അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവൾ അവിടെ വന്നില്ല. പകരം ടി വി വാർത്തകളിൽ അവൻ കാണുന്നത് ക്യോക്കോ നേരിട്ട് പോയി മോറിയെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതാണ്. ആ പെൺകുട്ടിയെ കൊന്നതിനെക്കുറിച്ച് അവൾ ലൈവായി അവനെ വിസ്തരിക്കുന്നു. ഇതിൽ അപമാനിതനായ മോറി പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു. ഇത് മോറിയുടെ കുറ്റസമ്മതമായി ക്യോക്കോ കാണുന്നു. എന്നാൽ ആക്റ്റീവായി നടക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഒരു റിപ്പോർട്ടറായ ക്യോക്കോയ്ക്ക് ചോർത്തി നൽകി എന്ന കുറ്റത്തിന് കെഞ്ചിയെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് അവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം. ഇനി പ്രശ്നത്തിലേക്ക് വരാം. ചോദ്യം ചെയ്യലിന് ശേഷം ക്യോക്കോയെ വിട്ടയക്കുന്നു. ഇനി അന്വേഷണത്തിൽ ഇടപെടരുത് എന്ന് കെഞ്ചി അവൾക്ക് കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടുകൾ വരുന്നു. ഹ്യൂമൻ വേപ്പറിൻ്റെ വസ്ത്രങ്ങളിൽ നിന്ന് യാതൊരു DNA ലഭിച്ചിട്ടില്ല. എന്നാൽ ഫ്യൂജിഷിറോ എന്ന യക്കൂസ സംഘത്തിൻ്റെ ചിഹ്നമുള്ള ഒരു ബട്ടൺ അവിടെ നിന്ന് ലഭിക്കുന്നു. കൂടാതെ കെഞ്ചി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഹ്യൂമൻ വേപ്പർ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്നത് മരിച്ചുപോയ സാധനം വെച്ചിരുന്ന അതേ രീതിയിലാണ്. അടുത്ത ലക്ഷ്യം ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സൂചനയായിരിക്കാം ആ ബട്ടൺ എന്ന് കെഞ്ചി ഊഹിക്കുന്നു. ഇതിനിടയിൽ JNT റിപ്പോർട്ടറായ തത്സുയയ്ക്ക് ഷിനിച്ചി കാറ്റോ എന്നൊരു വിരമിച്ച റിപ്പോർട്ടിൽ നിന്നും ഒരു ഇമെയിൽ വരുന്നു. പണ്ട് വൈറ്റ് സെൻറ്ററിനെ കുറിച്ച് അന്വേഷിച്ചിരുന്ന ആളാണ് കാറ്റോ. 27 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു സാമൂഹ്യക്ഷേമ സ്ഥാപനമായിരുന്നു വൈറ്റ് സെൻറ്റർ. അനാഥരും വീടില്ലാത്തവരുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. 1999 യമനോഷിയിൽ വെച്ച് പ്രശസ്തമായ ചിൽഡ്രൻ ഓഫ് ദി വേൾഡ് പീസ് എക്സ്പോ നടന്നിരുന്നു. അതേ വർഷം തന്നെ അവിടെ ഒരു ഉൽക്കാശില മീട്രോയിഡ് വീണു. എക്സ്പോയുടെ സേഫ്റ്റി കമ്മിറ്റി തലവനായിരുന്ന സാനോ ആ ഉൽക്കാശിലയുടെ അവശിഷ്ടങ്ങൾ സുരക്ഷിതമാണെന്ന കള്ളം പറയുകയും വൈറ്റ് സെൻറ്ററിലെ പാവപ്പെട്ട അന്തേവാസികളെ ആ വിഷമയമായ ഉൽക്കാശില വൃത്തിയാക്കുന്നതിനായി കൂലിത്തൊഴിലാളികളായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ സത്യം പുറത്തുകൊണ്ടുവരാൻ കാറ്റോ ശ്രമിച്ചെങ്കിലും അതിനെക്കുറിച്ച് എഴുതാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. പകരം എക്സ്പോയെക്കുറിച്ച് മാത്രം വാർത്തകൾ നൽകാൻ നിർബന്ധിതനാവുകയായിരുന്നു. എക്സ്പോ കഴിഞ്ഞ ഉടനെ ഒബാറ്റ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും തൻ്റെ പേര് മാറ്റുകയും ചെയ്തു. ഈ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത ഒബാറ്റ ഇപ്പോൾ കടുത്ത കുറ്റബോധത്തിലാണ്. യക്കൂസയുടെ ഒരു ഡ്രൈവർ തീപ്പൊള്ളലേറ്റ ആ തൊഴിലാളികളുടെ കത്തിക്കച്ച മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന ആ പഴയ ഓർമ്മ അയാളെ എപ്പോഴും വേട്ടയാടുന്നു. മറുവശത്ത് ക്യോക്കോയ്ക്ക് JNT ഡയറക്ടർ വക വലിയൊരു വാണിംഗ് കിട്ടുന്നു. എക്സ്പോയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന വാർത്തകൾ കൊടുക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണമെന്നും അല്ലെങ്കിൽ വലിയ ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വരുമെന്നും അയാൾ മുന്നറിയിപ്പ് നൽകുന്നു. കെഞ്ചി ആകട്ടെ ഫ്യൂജിഷിറോ യക്കൂസയുടെ കേന്ദ്രത്തിന് മുന്നിൽ നിരീക്ഷണം നടത്തുകയാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ട റെസ്റ്റോറൻറ്റിൽ വെച്ച് കെഞ്ചി രക്ഷിച്ച പോം എന്ന കുടിയേറ്റക്കാരൻ ഇപ്പോൾ അവിടെ ഒരു ഡെലിവറി ബോയെ ജോലി ചെയ്യുന്നവൻ കാണുന്നു. ഹ്യൂമൻ വേപ്പറിനെ ഓർത്ത് യക്കൂസ കൊണ്ടുകൾ ഭയന്നിരിക്കുകയാണെന്ന് പോമിലൂടെ കെഞ്ചി മനസ്സിലാക്കുന്നു. ക്യോക്കോ ഒബാറ്റയെ കണ്ടുപിടിച്ച് അയാളെ ഫോൺ ചെയ്യുന്നു. എന്നാൽ താൻ ഒബാറ്റ അല്ലെന്നും ഇത് റാങ് നമ്പർ ആണെന്നും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഒബാറ്റയുടെ യൂത്ത് ഗ്രൂപ്പിലെ ഷോട്ട എന്നൊരു കുട്ടിയുണ്ട്. അവിടെയുള്ളൊരു പണക്കാരനായ കുട്ടി കുറച്ച് കാശ് മോഷ്ടിക്കുകയും എന്നാൽ ആ കുറ്റം പാവപ്പെട്ട വേറൊരു കുട്ടിയുടെ മേൽ കെട്ടിവെക്കുകയും ചെയ്യുന്നു. ഷോട്ട ഇതിന് കൂട്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് കടുത്ത കുറ്റബോധം തോന്നി ഷോട്ട ഒബാറ്റയോട് സത്യം തുറന്നു പറയുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കുറ്റബോധം നിന്നെ എന്നും വേട്ടയാടും. നീയും ആ ക്രൂരന്മാരായ കുട്ടികളെ പോലെ തന്നെയാകും. അതുകൊണ്ട് എപ്പോഴും സത്യം പറയണം എന്ന് ഒബാറ്റ അവനെ ഉപദേശിക്കുന്നു. സ്വന്തം ഉപദേശം തനിക്കും ബാധകമാണെന്ന് മനസ്സിലാക്കിയ ഒബാറ്റ തൻ്റെ പക്കലുള്ള വൈറ്റ് സെൻറ്ററിൻ്റെ ഡയറി ജേണൽ ക്യോക്കോയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. കാണാതെ എല്ലാ തൊഴിലാളികളുടെയും വിവരങ്ങൾ ആ ഡയറിയിലുണ്ട്. ആ ലിസ്റ്റിലുള്ള റെൻ സുസുമിഡ എന്നൊരു തൊഴിലാളിക്ക് ഹ്യൂമൻ വേപ്പറുമായി നല്ല സാമ്യമുണ്ട്. ഒബാറ്റ ക്യോക്കോയുമായി ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. അയാൾ പോകുന്നതിന് മുമ്പ് ഷോട്ട വന്ന് തനിക്ക് സത്യം പറയാൻ പേടിയാണെന്ന് പറയുന്നു. ധൈര്യമായിരിക്കാൻ അത്ര എളുപ്പമല്ലെന്നും സാവകാശ സമയം എടുത്താൽ മതി എന്നും ഒബാറ്റ അവനെ ആശ്വസിപ്പിക്കുന്നു. ഒബാറ്റയെ കാണാൻ പോകുന്ന വഴിയിൽ യാക്കൂസ കൊണ്ടുകൾ ക്യോക്കോയെയും തത്സുയെയും ആക്രമിക്കുന്നു. അവർ കോക്കിയുടെ കയ്യിൽ നിന്നും എന്തോ തിരയുകയായിരുന്നു. കൃത്യസമയത്ത് കെഞ്ചി അവിടേക്കെത്തി അവരെ രക്ഷിക്കുകയാണ്.
അതേസമയം ക്യോക്കോയെ കാണാൻ കാറിൽ വന്നുകൊടുന്ന ഒബാറ്റ വഴിയിൽ വെച്ച് ഐ പാച്ച് വെച്ച് ഒരാളുടെ കാർ കേടായി കിടക്കുന്നതുകൊണ്ട് അയാളെ സഹായിക്കാൻ നിർത്തുന്നു. അപ്പോൾ ക്യോക്കോ വിളിച്ച് അയാൾ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ താൻ ചെയ്ത വലിയ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒബാറ്റ ഒട്ടും ഭയമില്ലാതെ നിൽക്കുന്നു. വൈറ്റ് സെൻറ്റർ പിന്നീട് മുഫു എന്നൊരു സംഘം ഏറ്റെടുത്തുവെന്നും പഴയ ഡയറക്ടറെ കൊലപ്പെടുത്തി തന്നെ ആ സ്ഥാനത്തേക്ക് ഇരുത്തിയാണെന്നും അയാൾ ക്യോക്കോയോട് വെളിപ്പെടുത്തുന്നു. മുഫു ആ പാവപ്പെട്ട അന്തേവാസികളെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വെറും മനുഷ്യ ഇന്ധനമായി ബലികഴിക്കുകയായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കണ്ണിന് പാച്ചു വെച്ച അയാൾ ഒബാറ്റയെ കുത്തി വീഴ്ത്തുകയും അയാളുടെ സാധനങ്ങളുമായി കടന്നു കളയുകയും ചെയ്യുന്നു. ഫോണിലൂടെ ഇത് കേട്ട ക്യോക്കോ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. എന്നാൽ കെഞ്ചിയുടെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ഷോട്ടയെക്കുറിച്ചുള്ള ഓർമ്മകളോടെ ഒബാറ്റ മരണത്തിന് കീഴടങ്ങുന്നു. വൈകാതെ പോലീസ് ഒബാറ്റയുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. എന്താണ് അവിടെ നടന്നതെന്നറിയാൻ ക്യോക്കോ വരുന്നുണ്ടെങ്കിലും റിപ്പോർട്ടർമാർക്ക് വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആബെ അവളെ തടയുന്നു. ദേഷ്യത്തോടെ ക്യോക്കോ അവിടെ നിന്നും പോകുകയാണ്. വൈറ്റ് സെൻറ്ററിനെക്കുറിച്ച് ക്യോക്കോയിൽ നിന്ന് പറഞ്ഞ വിവരങ്ങളെല്ലാം കെഞ്ചി തൻ്റെ ചീഫിനെ അറിയിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒബാറ്റെ കൊന്ന ഐപാച്ച് വെച്ചയാൾ ഷിൻസോ യമസാക്കി ആണെന്ന് തിരിച്ചറിയുകയാണ്. അയാൾ ഫുജിഷിറോ യക്യൂസിലെ അംഗമാണ്. ആ ഡയറിയുടെ ഡിജിറ്റൽ കോപ്പികൾ അയക്കാനും ശേഷം ആ ഡയറി കത്തിച്ചു കളയാനുമാണ് ഷിൻസോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡർ. ഈ യക്കൂസ സംഘത്തെ നിയന്ത്രിക്കുന്നത് അവരെക്കാൾ വലിയ ശക്തരായ മുഫു എന്ന് സംശയിക്കുന്ന മറ്റാരോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഡയറി നശിപ്പിക്കുന്നതിന് പകരമായി 300 ദശലക്ഷം രൂപയാണ് യക്കൂസ ബോസ് ആവശ്യപ്പെടുന്നത്. പോലീസ് ഷിൻസോയുടെ കാർ കണ്ടെത്തുന്നു. അതിനടുത്ത് വെച്ച് അയാളൊരു പെൺകുട്ടിയെ മർദ്ദിച്ച് ആളുടെ ഫോൺ തട്ടിയെടുക്കുന്ന കണ്ട് പോലീസ് അയാളുടെ പിന്നാലെ പായുന്നു. അതേസമയം താൻ ഒബാറ്റെ കാണാൻ പോകുന്ന കാര്യം യക്കൂസ ഗുണ്ടകൾ എങ്ങനെ അറിഞ്ഞു എന്ന് ക്യോക്കോ ചിന്തിക്കുകയാണ്. തത്സുയ എന്ന പുതിയ ഹാക്കർ അവളുടെ ഫോൺ ആരോ ചോർത്തുന്നുണ്ടെന്ന് കണ്ടെത്തുന്നു. ഹ്യൂമൻ വെപ്പണിൻ്റെ സ്ഥലം കണ്ടെത്തിയതിന് തന്നെ ചോദ്യം ചെയ്തപ്പോൾ യോഷിത എന്നൊരു പോലീസുകാരൻ തൻ്റെ ഫോൺ പരിശോധിച്ചിരുന്നത് അവൾക്ക് ഓർമ്മ വരുന്നു. ഷിൻസോ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ വെച്ച് വളരെ പെട്ടെന്ന് ഡയറിയുടെ പേജുകൾ വീഡിയോ എടുത്ത് യാക്കൂസയ്ക്ക് അയച്ചു കൊടുക്കുകയും ശേഷം ആ ഡയറി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് മുൻപേ യോഷിത അവിടേക്ക് എത്തുകയും യാക്കൂസയ്ക്ക് കോപ്പി അയച്ചതിന് ഷിൻസോയെ വീഡിയോ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. മുഫു എന്ന രഹസ്യ സംഘത്തിന് വേണ്ടിയാണ് യോഷിത എന്ന പോലീസുകാരൻ ജോലി ചെയ്യുന്നത്. മറ്റു പോലീസുകാർ വരുമ്പോൾ താൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചതാണെന്ന് യോഷിത കള്ളം പറയുന്നു. യോഷിത തൻ്റെ ഫോൺ ചോർത്തിയ കാര്യം ക്യോക്കോ കെഞ്ചിയോട് പറയുന്നുണ്ടെങ്കിലും അവനത് വിശ്വസിക്കുന്നില്ല. ഡയറി നശിച്ചു പോയതുകൊണ്ട് ഇനി ഈ കേസ് അന്വേഷിച്ച് പുറകെ പോകരുതെന്ന് അവൻ അവളോട് അപേക്ഷിക്കുന്നു. എന്നാൽ JNT നെറ്റ്വർക്ക് ഹ്യൂമൻ വെപ്പണിനെ കുറിച്ചുള്ള തങ്ങളുടെ വാർത്തകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഗവർണർ സ്ഥാനാർത്ഥിയായ കിരിഷിമ ഈ വാർത്തകൾ ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്നും ഇത് തൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് ചാനലിനെതിരെ രംഗത്ത് വന്നു. ക്യോക്കോ യക്കൂസയുടെ ഒരു ചൂതാട്ട കേന്ദ്രത്തിന് എതിർവശത്തുള്ള കെട്ടിടത്തിൽ ഒളിച്ചിരുന്നവരെ നിരീക്ഷിക്കുകയാണ്. ക്യോക്കോയെ ആക്രമിച്ച ഗുണ്ടകളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവളുടെ കയ്യിൽ ഡയറി ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാൻ യക്കൂസയാണ് തങ്ങളോട് പറഞ്ഞതെന്ന് അവർ സമ്മതിച്ചിരുന്നു. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചൂതാട്ട കേന്ദ്രം റെയ്ഡ് ചെയ്യാൻ വാറണ്ട് വാങ്ങുന്നു. പോലീസ് അവിടെ എത്തുന്ന അതേ സമയത്ത് തന്നെ ഹ്യൂമൻ വേപ്പറും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യക്കൂസ ഗുണ്ടകളെ അയാൾ നിഷ്പ്രയാസം കൊന്നൊടുക്കുന്നു. യക്കൂസ ബോസ് കാറിൽ കയറി രക്ഷപ്പെടുമ്പോൾ ഹ്യൂമൻ വേപ്പർ പിന്നാലെ പായുന്നു. ഇത് കണ്ട് ക്യോക്കോയും പിന്നാലെ പോലീസും അവർക്ക് പുറകെ ചേരുന്നു. യക്കൂസ ബോസിൻ്റെ കാറിൻ്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് വേപ്പറിനകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. എന്നാൽ ആ ആശ്വാസം അധികം നേരം നീണ്ടു നിന്നില്ല. കാർ അപകടത്തിൽപ്പെടുകയും യക്കൂസ ബോസ് തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ക്യോക്കോ അയാളുടെ ഫോൺ കൈക്കലാക്കുകയാണ്. വേപ്പർ തൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് പോയ സ്ഥലത്ത് നിന്ന് പോലീസിന് ഒരു പോലീസ് ബാഡ്ജ് കിട്ടുന്നു. അതിലെ മുഖവും പേരും മായ്ച്ചു കളഞ്ഞ നിലയിലായിരുന്നു. തുടർന്ന് സീൻ മാറുന്നത് പൊരുതി നിൽക്കുന്ന 2 യൂട്യൂബർമാരിലേക്കാണ്, ഫുജിറ്റയും കഹോയും. അവരുടെ മ്യൂസിക് വീഡിയോയിൽ ഹ്യൂമൻ വെപ്പണെ യാദൃശ്ചികമായി കാണുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത് ഇതേ യൂട്യൂബർമാരായ ഫുജിറ്റയും അവൻ്റെ സഹോദരി കഹോയും തങ്ങളുടെ ചാനൽ എങ്ങനെയെങ്കിലും ഹിറ്റാക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ്. ഫുജിറ്റയുടെ പ്രിയപ്പെട്ട സംവിധായകനായ ഗോറോ ഡ്രീം സക്യുബസ് എന്നൊരു ചെറിയ ഐഡൽ ഗ്രൂപ്പിന് വേണ്ടി വളരെ കുറഞ്ഞ ചിലവിൽ ഒരു മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്തിരുന്നു. ഈ വീഡിയോ കാണുന്നതിനിടയിലാണ് ഫുജിറ്റ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ ആയി ഹ്യൂമൻ വെപ്പറിനെ കാണുന്നത്. വലിയ ആവശ്യത്തോടെ അവനത് യൂട്യൂബിൽ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇതവനെ വല്ലാതെ നിരാശനാക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഡാറ്റ ഷോ എന്നൊരു യൂസർ ആ വീഡിയോ ചിത്രീകരിച്ച സ്ഥലം കണ്ടുപിടിച്ച് നൽകിയാൽ 1 മില്യൺ തരാമെന്ന് ഓഫർ ചെയ്യുന്നു. പണക്കൊതി മൂത്ത ഫുജിറ്റ സംവിധായകൻ ഗോറോയുടെ അസിസ്റ്റൻ്റായി അഭിനയിച്ച് അയാളുടെ കൂടെ കൂടുന്നു. ഗോറോയും ഒരു വിചിത്ര സ്വഭാവക്കാരനാണ്. ഫുജിറ്റ വളരെ വേഗം ഗോറോയുമായി അടുക്കുന്നു. ആ ഐഡൽ ഗ്രൂപ്പിൻ്റെ മാനേജറായ കെൻഡിയാണ് ആ സ്ഥലം ബുക്ക് ചെയ്തതെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഗോറോയുടെ സെക്രട്ടറി മിമി പണ്ട് ആ സംഘത്തിൽ ഉണ്ടായിരുന്നവളാണ്. ഫുജിറ്റയും കഹോയും അവളെ രഹസ്യമായി പിന്തുടരുന്നു. കെൻഡ ജോലി ചെയ്യുന്ന ഒരു ബാറിലേക്കാണ് അവൾ പോകുന്നത്. കെൻഡ അവിടെ ഒരു ഹോസ്റ്റായി ജോലി ചെയ്യുകയാണ്. ഇനി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് കഹോയുടെ ഊഴമാണ്. അവളുടെ മുഖത്ത് ജനിച്ചപ്പോൾ തന്നെയുള്ള വലിയൊരു ബ്രൗൺ നിറത്തിലുള്ള അടയാളമുണ്ട്, ബർത്ത് മാർക്ക്. ഇതിൻ്റെ പേരിൽ പണ്ട് ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടതുകൊണ്ട് അവൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ മുഖം കാണിക്കാറില്ല. ഒരുപാട് മടിച്ചാണെങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് ആ ബാറിലേക്ക് ഒരു കസ്റ്റമറായി കയറി ചെല്ലുന്നു. കെൻഡ അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകുന്നു. അവനവളെ ഒരുപാട് മദ്യം കുടിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല.
താനൊരു ഹൊറർ സിനിമ എടുക്കാൻ പോവുകയാണെന്നും അതിലഭിനയിക്കാൻ കെൻഡയെ ക്ഷണിക്കുകയാണെന്നും അവൾ കള്ളം പറയുന്നു. സിനിമയുടെ കഥ അവൾ അവനോട് വിവരിക്കുന്നു. ഒരു മ്യൂസിക് ബാൻഡ് മാനേജർ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടം കണ്ടുപിടിക്കുന്നതാണ് കഥയെന്ന് കേട്ടപ്പോൾ അത് തൻ്റെ കഥ തന്നെയാണല്ലോ എന്ന് കെൻഡ് വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ ആ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ച യഥാർത്ഥ സ്ഥലം അവളോട് പറയുന്നു. കാറ്റ്സുഷികയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഫാക്ടറി ആയിരുന്നു അത്. ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിൽ മിമിയും കെൻഡയും പരസ്പരം ഇഷ്ടത്തിലാണെന്നും എന്നാൽ അവർക്ക് പ്രണയിക്കാൻ അനുവാദമില്ലെന്ന് നമ്മൾ കാണുന്നു. ആ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും ഹ്യൂമൻ വേപ്പറിനെ അവിടെ വെച്ച് കണ്ടിരുന്നു. എന്നാൽ ഭയം കാരണം ആരാവിവരം പുറത്ത് പറഞ്ഞില്ല. ഇനി വർത്തമാനകാലം. കിട്ടിയ വിവരം സത്യമാണോ എന്നറിയാൻ ഫ്യൂജിറ്റിക്ക് ആ ഫാക്ടറിയിൽ പോകണം. കെൻഡ തന്നെ പുകഴ്ത്തിയത് കഹോയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ അടുത്ത വീഡിയോകളിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവൾ സമ്മതിക്കുന്നു. ഇരുവരും കൂടി ആ പഴയ ഫാക്ടറിയിൽ എത്തുമ്പോൾ അവിടെ അവർ ഹ്യൂമൻ വേപ്പറിൻ്റെ ഒരു ഭൂഗർഭ ഒളിത്താവളം കണ്ടെത്തുന്നു. എന്നാൽ ഹ്യൂമൻ വേപ്പർ അവിടെ ഒരു പ്രതിമയെ സ്റ്റാച്ചുവായി നിൽക്കുകയായിരുന്നു. കഹോ ആ ഡേറ്റ ഷോയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ടെലിഫോൺ റിംഗ് ചെയ്യുന്നത്. അതാകട്ടെ ഒരു റെക്കോർഡർ ഓണാക്കുന്നു. അതിൽ നിന്നും പണ്ട് കെൻജിയും ക്യോക്കോയും ഒന്നിച്ചു കേട്ട എല്ലി മൈലാവ് എന്ന ഗാനം പ്ലേ ആകുന്നു. ആ പാട്ട് കേട്ട ഉടനെ പ്രതിമേരുന്ന വേപ്പറിന് ജീവൻ വയ്ക്കുകയാണ്. അയാൾ ആ ഫോൺ കോൾ എടുക്കുന്നു. സബൂറോ ഓട്ടോമോ ആണ് അടുത്ത ലക്ഷ്യം എന്ന് മറുതലയ്ക്കിൽ നിന്നും ആരോ നിർദ്ദേശം നൽകുകയാണ്. വേപ്പർ ഇപ്പോൾ ഒരു ഹിപ്നോട്ടിക് അവസ്ഥയിലാണുള്ളത്. അവൻ അവിടെയുള്ള ഈ രണ്ട് സഹോദരങ്ങളെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ യാക്കൂസ ബോസായ ഓട്ടോമോ മരിച്ചു എന്ന വാർത്ത ടി വിയിൽ വരുന്നു. ഹ്യൂമൻ വേപ്പറിനെ ആരോ നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഡാറ്റ ഷോയിൽ നിന്ന് കൂടുതൽ പണം വാങ്ങാമെന്ന് ഫ്യൂജിറ്റ പ്ലാൻ ചെയ്യുന്നു. കഹോയ്ക്ക് ഇതിൽ താല്പര്യമില്ലായിരുന്നുവെങ്കിലും ഒടുവിൽ അവളും സമ്മതിക്കുന്നു. വേപ്പർ തിരികെ വന്ന് വീണ്ടും സ്റ്റാച്യു ആകുമ്പോൾ അവരവിടെ ഒളി ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ വേറൊരാൾ അവിടേക്ക് വരുന്ന കണ്ട് അവർ രണ്ടുപേരും ഒളിക്കുന്നു. അപ്പോഴാണ് ആ ഡേറ്റ ഷോയുടെ കോൾ വരുന്നത്. ആ കോൾ വന്നത് മറ്റാരിൽ നിന്നുമല്ല, സാക്ഷാൽ ക്യോക്കോയിൽ നിന്നായിരുന്നു. അവൾ അവിടെ എത്തി അവിടെ ഒളിയിടം കണ്ടുപിടിക്കുന്നു. 1999 ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. വൈറ്റ് സെൻറ്ററിലെ അന്തേവാസികളെ വളരെ ക്രൂരമായാണ് അധികാരികൾ കൈകാര്യം ചെയ്യുന്നത്. ചെറിയ കുട്ടിയായ ക്യോക്കോയും അവിടെ ഉണ്ട്. അവൾക്ക് സസുഗി എന്നൊരാളെ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പതിവ് കൂലിയുടെ 5 ഇരട്ടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉൽക്കാശില വൃത്തിയാക്കാൻ സെൻറ്റർ ആളുകളെ ക്ഷണിക്കുന്നു. സന്തോഷത്തോടെ സസുഗി അതിന് തയ്യാറാകുന്നു. യക്കൂസ ഡ്രൈവർ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുമായി തിരികെ വരുന്ന ആ രാത്രിയിൽ സസുഗിയെ കാണാൻ വേണ്ടി ക്യോക്കോ രഹസ്യമായി പുറത്തിറങ്ങുന്നു. ഡ്രൈവറും ഒബാറ്റയും മൃതദേഹങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ ചൊല്ലി തർക്കിക്കുമ്പോൾ ക്യോക്കോ ആ ട്രക്കിനെ പിന്നിലേക്ക് കയറുന്നു. അവിടെ സസുഗി ഉൾപ്പെടെ എല്ലാവരും മരിച്ചു കിടക്കുന്ന കണ്ട് അവൾ ഞെട്ടുന്നു. ഡ്രൈവർ ആ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാൻ കൊണ്ടുപോകുന്നു. വഴിയിൽ വെച്ച് അയാൾ എങ്ങോട്ടോ മാറി തക്കം നോക്കി ക്യോക്കോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൾ ഓടിയെത്തുന്നത് ബുങ്ക്യോ റാമൻ എന്ന റെസ്റ്റോറൻറ്റിലാണ്. അവിടെ വെച്ചാണ് നമ്മൾ റെൻ എന്ന വ്യക്തിയെ ആദ്യമായി കാണുന്നത്. അതായത് പുക മനുഷ്യനായി മാറുന്നതിന് മുമ്പുള്ള അതേ വേപ്പറിനെ. അയാൾ ആ റെസ്റ്റോറൻറ്റിലെ സ്ഥിരം കസ്റ്റമറാണ്. അയാൾ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. വളരെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും അവരോട് സംസാരിക്കുന്നു. അയാൾ റേഡിയോയിൽ വിളിച്ച് എല്ലി മൈലാവ് എന്ന പാട്ട് വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ക്യോക്കോ ആദ്യമായി ആ പാട്ട് കേൾക്കുന്നത്. ഇനി പ്രസൻറ്റിലേക്ക് വരാം. ഡാറ്റ ഷോ യഥാർത്ഥത്തിൽ ക്യോക്കോ ആണെന്ന് മനസ്സിലാക്കിയ ഫ്യൂജിറ്റ അവളുമായി വിലപേശുന്നു. തൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങൾ അറിയണമെങ്കിൽ 2 മില്യൺ പണവും ഒബാറ്റയുടെ ഡയറിയും വേണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. പോലീസ് ഇതിനിടയിൽ ഓട്ടോമോയുടെ ഫോൺ കണ്ടെടുക്കുന്നുണ്ട്. അതിലെ വീഡിയോ ആരോ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ക്യോക്കോ ആണ് അത് ചെയ്തതെന്ന് യോഷിത ആരോപിക്കുന്നു. എന്നാൽ സത്യത്തിൽ ക്യോക്കോയുടെ കയ്യിൽ ആ ഡയറിയുടെ വീഡിയോ കോപ്പി ഉണ്ടായിരുന്നു. അവളത് പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ആ വിവരങ്ങൾ ഫ്യൂജിറ്റീവുമായും കഹോയുമായും പങ്കുവയ്ക്കുന്നു. പക്ഷേ ആ ഡയറിയിൽ കുറ്റവാളികൾക്കെതിരെയുള്ള വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ലെന്നും കാണാതായ തൊഴിലാളികളുടെ പേരുകളും മുഫു, യക്കൂസ ബോസായ ഒട്ടോമോ, പോലീസ് സൂപ്രണ്ടൻറ്റ് ജനറലായ സാക്കമോട്ടോ, പിന്നെ കായ് എന്നീ പേരുള്ള ദുരൂഹനായ ഒരാൾ എന്നിവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അവൾ പറയുന്നു. ഈ കുറ്റവാളികളെ മുഴുവൻ കണ്ടുപിടിച്ച് കൊന്നതിന് ശേഷം താൻ പോലീസിൽ കീഴടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവൾ വ്യക്തമാക്കുന്നു. എന്നാൽ ശരിയായ നിയമവഴിയിലൂടെ അല്ലാതെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ കൂടി നിൽക്കാൻ കഹോ തയ്യാറാകുന്നില്ല. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ സൂപ്രണ്ടൻറ്റ് സക്കമോട്ടയെ കൊല്ലാനുള്ള ഓർഡർ റെന്നിന്, അതായത് വേപ്പറിന് അയക്കാൻ ക്യോക്കോ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നില്ല. അവൾ പിൻവാങ്ങുന്നു. അപ്പോഴാണ് കെൻജി അവിടേക്ക് എത്തുന്നത്. യക്കൂസ ബോസിൻ്റെ ഫോണിലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവളാണെന്ന് അവൻ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ താനത് ചെയ്തിട്ടില്ലെന്നും വേണമെങ്കിൽ ആ വീഡിയോയുടെ കോപ്പി തരാമെന്നും പറഞ്ഞ് അവളത് കെൻജിക്ക് നൽകുന്നു. മാത്രമല്ല സാക്കമോട്ടയ്ക്കും ഈ കുറ്റകൃത്യങ്ങൾ പങ്കുണ്ടെന്ന സത്യം അവൾ അവനോട് പറയുന്നു. സ്വന്തം മെൻറ്റർ കൂടിയ സാക്കമോട്ടയെ അറസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിയുമോ എന്ന് അവൾ അവനെ വെല്ലുവിളിക്കുന്നു. വീട്ടിലെത്തിയ ഫ്യൂജിറ്റ കഹോയെ ക്യോക്കോയുടെ ഡീൽ ഏറ്റെടുക്കാൻ നിർബന്ധിക്കുകയാണ്. അവളത് നിരസിച്ചപ്പോൾ അവൻ അവളോട് കള്ളം പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി റെന്നിനെ കാണുന്നു. അതേസമയം കെൻജിയും ക്യോക്കോയും സക്കമോട്ടയുടെ വീട്ടിലേക്ക് എത്തി ചോദ്യം ചെയ്യുന്നു. താൻ ചെയ്തതെല്ലാം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ആ ഉൽക്കാശിലെ വിഷം പടരുന്നത് തടഞ്ഞതിലൂടെ താൻ 2 ലക്ഷം ആളുകളുടെ ജീവനാണ് രക്ഷിച്ചതെന്നും സാക്കമോട്ടോ വാദിക്കുന്നു. എന്നാൽ ക്യോക്കോയ്ക്ക് അയാളുടെ യാതൊരു സഹതാപവും തോന്നുന്നില്ല.
ദുരൂഹനായ കായ് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ റെന്നിൻ്റെ അടുത്ത ലക്ഷ്യം സാക്കാമോട്ടോ ആയിരിക്കും എന്നവൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കേട്ട് സാക്കാമോട്ടോ ഭയക്കുന്നു. കെൻജിക്ക് തൻ്റെ മെൻറ്ററുടെ ഈ ചതിയിൽ വലിയ നിരാശ തോന്നുന്നു. എന്നാൽ ഇതിനിടയിൽ ഫ്യൂജിറ്റീവ് രഹസ്യമായി റെന്നിനെ ആക്ടിവേറ്റ് ചെയ്യുകയും സാക്കാമോട്ടോ കുറ്റസമ്മതം നടത്തി കൂട്ടുപ്രതികളുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. സ്വന്തം സഹോദരിയായ കഹോയെ ഇത് ബാധിക്കുമെന്ന് അറിയാമെങ്കിലും പണത്തിനു വേണ്ടി ഫ്യൂജിറ്റ ആ വീഡിയോ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇനി കായ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന യോഷിത മരിച്ച അക്കൂസ ബോസ് ഓട്ടോമോയുടെ മകനായ റിക്കിക്ക് ഒരു പുതിയ ഓർഡർ കൊടുക്കുന്നു. റിക്കി യോഷിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നെങ്കിലും തങ്ങൾ ഹൈഡ്ര എന്ന ഗ്രീക്ക് പുരാണത്തിലെ രാക്ഷസനെ പോലെയാണെന്നും തങ്ങളെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ലെന്നും യോഷിത പറയുന്നു. അവർ തമ്മിലൊരു പന്തയം വയ്ക്കുന്നു. ബൗളിങ്ങിൽ യോഷിത കൃത്യമായി പിൻ വീഴ്ത്തിയാൽ റിക്കി ആ ഓർഡർ അനുസരിക്കണം. അങ്ങനെ യോഷിത അതിൽ വിജയിക്കുന്നു. റിക്കി അത്ഭുതത്തോടെയും ഭയത്തോടെയും അത് സമ്മതിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഫുജിറ്റയുടെ വീഡിയോയെക്കുറിച്ച് അറിയാത്ത കെൻജി ക്യോക്കോയോട് ഈ അന്വേഷണം ഉപേക്ഷിക്കാൻ അപേക്ഷിക്കുന്നു. സാക്കാമോട്ടോ തൻ്റെ കുടുംബത്തെ പോലെയാണെന്നും താൻ തന്നെ അത് അന്വേഷിച്ചോളാമെന്നും അവൻ പറയുന്നു. ക്യോക്കോയ്ക്ക് സ്വന്തം ജീവിതമായി ഇതിൽ സാമ്യം തോന്നുകയും കെൻജിയോട് എല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം അവൾ ആ തീരുമാനം മാറ്റുന്നു. അപ്രതീക്ഷിതമായി റെന്നിൻ്റെ ഭീഷണിക്ക് വഴങ്ങി സാക്കാമോട്ടോ സത്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് താൻ എല്ലാം വെളിപ്പെടുത്താമെന്ന് അയാൾ കെൻജിയുടെ ഫോണിൽ പറയുകയാണ്. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഒരു വലിയ സത്യം കൂടി. കെൻജിയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനും താൻ തന്നെയാണ്. ഇത് കേട്ട് കെൻജി തകർന്നു പോകുന്നു. സാക്കാമോട്ടോയെ പ്രസ് കോൺഫറൻസിലേക്ക് കൊണ്ടുപോകാൻ യോഷിത കാറുമായി വരികയാണ്. യാത്രക്കിടയിൽ കാറിൽ വെച്ച് യോഷിത അയാളെ കൊലപ്പെടുത്തുകയും അവർ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. കെൻജിക്ക് ഈ വാർത്ത സഹിക്കാൻ കഴിയുന്നില്ല. അതേസമയം ഫ്യൂജിറ്റ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് 1.5 ദശലക്ഷം വ്യൂസ് ലഭിക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ ക്യോക്കോ കഹോയെ ഫോൺ ചെയ്യുന്നു. ഉറങ്ങുകയായിരുന്ന കഹോ ഫോൺ എടുക്കുന്നില്ല. വീടിന് പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ യാക്കൂസ കൊണ്ടുപോയ റിക്കിയും സംഘവും നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. വീണ്ടും മറ്റൊരു ഫ്ലാഷ് ബാക്ക് 1999ലേക്ക്. ക്യോക്കോയ്ക്ക് വേണ്ടി ഉൾക്കാഴ്ചല വൃത്തിയാക്കാൻ പോയതാണ് റെൻ. അവിടെയുള്ള മേലുദ്യോഗസ്ഥർക്ക് സുരക്ഷയ്ക്കായി നല്ല ഹാസ്മാറ്റ് സൂട്ടുകൾ ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട തൊഴിലാളികൾക്ക് വെറും സാധാരണ ഫേസ് മാസ്കുകൾ മാത്രമാണ് നൽകിയിരുന്നത്. ആ ഉൾക്കാഴ്ചല ബോംബ് വെച്ച് തകർത്ത് മണ്ണിനടിയിൽ കുഴിച്ചു മൂടാനാണ് മുഫുവിൻ്റെ പ്ലാൻ. ഇതിനോടകം തന്നെ ബോംബ് വയ്ക്കാൻ പോയ പല തൊഴിലാളികളും മരിച്ചു കഴിഞ്ഞിരുന്നു. വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് ക്യോക്കോയെ ഓർത്ത് റെൻ ആ അപകടകരമായ ജോലി ഏറ്റെടുക്കുന്നു. ഭൂമിക്കടിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വിഷവാതകം കാരണം റെന്നിൻ്റെ ശരീരത്തിൽ കെമിക്കൽ പൊള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അവൻ വളരെ കഷ്ടപ്പെട്ട് ബോംബ് അവിടെ വയ്ക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ്റെ ശരീരം പുകയായി മാറാൻ തുടങ്ങുന്നു. അവൻ ഭയന്ന് പുറത്തേക്ക് ഓടി വരികയും സഹായത്തിനായി കേഴുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മേലുദ്യോഗസ്ഥർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ജീവന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് ഒബാറ്റ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാനോ ആ ബോംബ് പൊട്ടിക്കുന്നു. വലിയൊരു പൊട്ടിത്തെറിയിൽ റെൻ അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു. ഇനി പ്രസന്റിലേക്ക് വരാം. യാക്കൂസ ഗുണ്ടകൾ കഹോയെ കെട്ടിയിട്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് തിരികെ വരുന്ന ഫ്യൂജിറ്റയെ റിക്കി ഭീഷണിപ്പെടുത്തുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫ്യൂജിറ്റ ഹ്യൂമൻ വേപ്പറിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അവരോട് പറയുന്നു. മറുവശത്ത് കെൻജി യോഷിതയാണ് സാക്കാമോട്ടോയെ കൊന്നതെന്നും തുറന്നടിക്കുന്നു. ചീഫ് അവന് താക്കീത് നൽകുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ആബെ യോഷിതയുടെ ഷർട്ടിൻ്റെ കയ്യിൽ രക്തക്കറ കാണുന്നുണ്ട്. സാക്കാമോട്ടോയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് കെൻജി തൻ്റെ അച്ഛനെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിന്യ അക്കമോട്ടോയുടെ പഴയ ഫയലുകൾ പരിശോധിക്കുന്നു. ഷിന്യ പണ്ട് വൈറ്റ് സെൻറ്ററിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കാണുന്നു. അന്വേഷണം നിർത്താൻ സാക്കാമോട്ടോ പറഞ്ഞിട്ടും അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം ഡ്യൂട്ടിക്കിടെ മരിച്ചുവെന്നാണ് സാക്കാമോട്ടോ പറഞ്ഞിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊന്നത് സാക്കാമോട്ടോ തന്നെയായിരുന്നു. വർത്തമാനകാലത്ത് അച്ഛൻ്റെ ഡയറിൽ നിന്ന് വൈറ്റ് സെൻറ്ററുമായി ബന്ധമുള്ള യക്കൂസ അംഗങ്ങളിൽ ഒരാൾ മോറിയാണെന്ന് കെൻജി കണ്ടെത്തുന്നു. കെൻജി മോറിയുടെ കേസ് ഫയൽ വീണ്ടും പരിശോധിക്കുന്നു. അതിൽ അവൻ്റെ ശ്വാസകോശത്തിൽ കെമിക്കൽ പൊള്ളലുകൾ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം മോറി ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് ക്യോക്കോയുടെ ഓർഡർ പ്രകാരം ഹ്യൂമൻ വേപ്പർ അവനെ കൊന്നാണെന്ന് കെൻജിക്ക് മനസ്സിലാകുന്നു. എന്തിനായിരിക്കും ക്യോക്കോ അങ്ങനെ ചെയ്തത്? 1999 ബിംക്യോ റാമൻ മാനേജറെ ആക്രമിച്ചതിന് മോറിക്കെതിരെ കേസെടുത്തിരുന്നു എന്നവൻ കണ്ടുപിടിക്കുന്നു. അതേസമയം ക്യോക്കോ സാക്കാമോട്ടോയുടെ വിധവയായ ചീക്കോയെ സന്ദർശിച്ച് മുഫു എന്ന സംഘമാണ് അവളുടെ ഭർത്താവിനെ കൊന്നതെന്ന് പറയുന്നു. ഇവിടെ വെച്ച് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തു വരികയാണ്. സാക്കാമോട്ടോയും സുഹൃത്തുക്കളായ ഓട്ടോമയും കായയും ചേർന്ന് സ്കൂൾ കാലഘട്ടത്തിലുണ്ടാക്കിയ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പേരായിരുന്നു മുഫു. ആ കായ മറ്റാരുമല്ല, ടോക്കിയോയുടെ ഇപ്പോഴത്തെ ഗവർണറായ തക്കേഷി മിയൂറ. അയാളുടെ പുതിയ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നോട്ടീസിലെ വാചകം മാലിന്യങ്ങളില്ലാത്ത പരിഷ്കരണം എന്നാണ്. ഉടൻ തന്നെ ക്യോക്കോ മിയൂറയെ കൊല്ലാനുള്ള ഓർഡർ റെന്നിന് അയക്കുന്നു. എന്നാൽ അത് വൈകിപ്പോകുന്നു. റിക്കി അവിടെ എത്തി ആ പാട്ട് ഓഫാക്കിയതുകൊണ്ട് റെന്നിന് ഉണരാൻ കഴിയുന്നില്ല. മിയൂറ അവിടേക്ക് എത്തുന്നു. തൻ്റെ വഴിക്ക് വിലങ്ങ് തേടി ആകരുന്ന അയാൾ സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഫ്യൂജിറ്റയെ കൊണ്ട് റെന്നിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അയാൾ മനസ്സിലാക്കിയ ശേഷം അവരെ രണ്ടുപേരെയും കൊല്ലാൻ അയാൾ ഓർഡർ നൽകുന്നു. സഹോദരങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. ഫ്യൂജിറ്റ കഹോയെ രക്ഷിക്കാൻ വേണ്ടി അവളെ പുഴയിലേക്ക് തള്ളിയിടുകയും
സ്വന്തം ശരീരത്തിൽ പെട്രോൾ ഒഴിക്കുകയും ചെയ്യുന്നു. റെൻ അവന് ചുറ്റും വരുമ്പോൾ അവൻ സ്വയം തീ കൊളുത്തുന്നു. എന്നാൽ ഈ തീ ഹ്യൂമൻ വേപ്പറിനെ കൊല്ലുന്നില്ല. അയാൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് വരുന്നു. മറുവശത്ത് കെൻജി ബിംകോ റാമൻ റെസ്റ്റോറൻറ്റിലെ ഇപ്പോഴത്തെ മാനേജറെ ചോദ്യം ചെയ്യുകയാണ്. പഴയ മുതലാളിയുടെ മകനായതുകൊണ്ട് അയാൾക്ക് വലിയ വിവരങ്ങളൊന്നും അറിവില്ലായിരുന്നു. എന്നാൽ അവിടെ ചുവരിൽ പഴയ കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കെൻജി അതെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ ക്യോക്കോയും റെന്നും ഒന്നിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ അവൻ കാണുന്നു. അപ്പോഴേക്കും ക്യോക്കോ അവിടേക്ക് വരുന്നു. ഈ സത്യങ്ങളെല്ലാം അവൾക്ക് തന്നെ അവനോട് പറയാമായിരുന്നു എന്നവൾ സങ്കടത്തോടെ പറയുന്നു. അപ്പോഴാണ് ടി വിയിൽ പുതിയൊരു വാർത്ത വരുന്നത്. ഹ്യൂമൻ വേപ്പറിൻ്റെ കൂട്ടുപ്രതി ക്യോക്കോ ആണെന്നായിരുന്നു ആ വാർത്ത. തന്നെ അറസ്റ്റ് ചെയ്യാൻ അവൾ കെൻജിയോട് പറയുന്നുണ്ടെങ്കിലും അവൻ അവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് മോടി രക്ഷപ്പെടുന്നു. അങ്ങനെ അവർ ഒരു ചെറിയ മോട്ടലിൽ ഒളിവിലേക്ക് പോവുകയാണ്. പുറത്ത് ഗവർണർ മിയോറ തൻ്റെ തനിനിറം കാണിച്ചു തുടങ്ങിയിരുന്നു. ഫ്യൂജിറ്റീവ് കൊന്നത് വേപ്പറാണെന്നും അതിന് കൂടുന്നത് ക്യോക്കോ ആണെന്നും അയാൾ പ്രഖ്യാപിക്കുന്നു. ഹ്യൂമൻ വേപ്പർ വളരെ അപകടകാരിയാണെന്നും എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് അയാൾ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി സൃഷ്ടിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മുൻപന്തിയിലിരുന്ന കിരിഷിമയെ പിന്തള്ളി ജനങ്ങളുടെ ഈ ഭയം മുതലെടുത്ത് മിയൂറ വളരെ വേഗം ഒന്നാമതേക്ക് എത്തുന്നു. തങ്ങൾക്ക് പരിചയമുള്ള, തങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി നമ്മുടെ നായകനിലേക്കും നായികയിലേക്കും വരാം. ക്യോക്കോ കെൻജിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഇവിടെ വീണ്ടും നമ്മൾ പഴയകാലത്തേക്ക് പോകുന്നു. ചെറിയ കുട്ടിയായിരുന്ന ക്യോക്കോയെ റെൻ സ്വന്തം മകളെ പോലെയാണ് നോക്കിയിരുന്നത്. തൻ്റെ ഒളിത്താവളത്തിൽ വെച്ച് അവൻ അവൾക്ക് ഒരുപാട് കളികൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഒരു റേഡിയോ ജോക്കിയെ പോലെ കയ്യിൽ മൈക്ക് വെച്ച് സംസാരിപ്പിച്ച് അവളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അവൻ ചോദിക്കുമായിരുന്നു. ഈ സ്വഭാവം തന്നെയാണ് വേപ്പറായതിനു ശേഷവും റെൻ കാണിക്കുന്നത്. പാർട്ടിയിട്ട് ഉണരുമ്പോൾ തൻ്റെ യജമാൻ്റെ ആഗ്രഹങ്ങൾ കേൾക്കാൻ അയാൾ തയ്യാറായി നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു ദിവസം ക്യോക്കോയുടെ ക്രൂരയായ അമ്മ അവളെ തേടിയെത്തുന്നു. യക്കൂസ ഡ്രൈവറായ മോറിയുമായാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. ക്യോക്കോ ഒരു ഭാരമാണെന്ന് തോന്നിയിട്ടാണ് അവർ പണ്ട് അവളെ വൈറ്റ് സെൻട്രലിലേക്ക് ഉപേക്ഷിച്ചത്. അമ്മയും മോറിയും കൂടി ബിംകോ റാമൽ വന്ന് ക്യോക്കോയെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. റെൻ അവരെ തടയുകയും അത് വലിയൊരു സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. പോലീസ് അവിടേക്ക് എത്തുന്നു. റെൻ ക്യോക്കോയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അവിടേക്ക് എത്തുന്ന ഒബാറ്റയും പോലീസുകാരനായ ഷിനിയയും, അതായത് ഇപ്പോഴത്തെ കെൻജിയുടെ അച്ഛനും ചേർന്ന് ഒരു ഡീലുണ്ടാക്കുന്നു. റെൻ അവൽക്കാശില വൃത്തിയാക്കാൻ പോയാൽ ക്യോക്കോയെ അവൻ്റെ കൂടെ തന്നെ നിർത്താം എന്നതായിരുന്നു ആ ഡീൽ. ഈ വിവരം ക്യോക്കോ അറിയുമ്പോഴേക്കും റെൻ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ബിംകോ റാമൻ മാനേജറുടെ സഹായത്തോടെ അവൾ ആ സ്ഥലത്തേക്ക് പോകുന്നു. റെന്നിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വൈകിപ്പോയിരുന്നു. അവളുടെ കൺമുന്നിൽ വെച്ചാണ് റെൻ പുകയെ മാറുന്ന അവൾ കണ്ടത്. ഷിന്യ എന്ന പോലീസുകാരൻ മാത്രമേ തന്നോട് കുറച്ചെങ്കിലും സ്നേഹം കാണിച്ചിട്ടുള്ളൂ എന്നും തൻ്റെ ആഗ്രഹങ്ങൾ ചോദിച്ചിട്ടുള്ളൂ എന്നും അവൾ കെൻജിയോട് പറയുന്നു. അവളിതെല്ലാം തുറന്നു പറഞ്ഞതിൽ കെൻജിക്ക് വലിയ സന്തോഷം തോന്നുന്നു. പിറ്റേ ദിവസം അവർ ഒളിച്ചിരിക്കുന്ന മോട്ടലിൻ്റെ ഉടമ പോലീസിനെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ കെൻജി ഇത് കാണുകയും ക്യോക്കോയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ക്യോക്കോ കഹയെ ഫോൺ ചെയ്യുന്നു. സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം കഹോ മാപ്പ് പറയുകയും ഇപ്പോൾ മിയൂറയാണ് റെന്നിനെ നിയന്ത്രിക്കുന്നത് എന്ന് വിവരം ക്യോക്കോയോട് പറയുകയും ചെയ്യുന്നു. കഹോയെ കാണാൻ പോകുന്ന വഴിയിൽ എങ്ങനെയാണ് താൻ വീണ്ടും റെന്നിനെ കണ്ടുമുട്ടിയത് എന്ന് ക്യോക്കോ കെൻജിയോട് പറയുന്നു. അത് 6 വർഷം മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പഴയ ഫാക്ടറിക്ക് അടുത്തുള്ള ഒരു ഗോഡൗണിലാണ് പണ്ട് റെന്നും ക്യോക്കോയും താമസിച്ചിരുന്നത്. അത് ആ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അവിടെ എന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് കരുതി അയൽവാസികൾ ഭയന്നിരുന്നു. ഇത് അന്വേഷിക്കാൻ പോയ ക്യോക്കോയാണ് അവിടെ ഭൂഗർഭറയിൽ പ്രതിമയായി നിൽക്കുന്ന റെന്നിനെ കണ്ടുപിടിക്കുന്നത്. അവൾ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും അത് വൃത്തിയാക്കി വെക്കുകയും ചെയ്തു. ഇതേ സമയത്താണ് അവൾ കെൻജിയെ പരിചയപ്പെടുത്തുന്നത്. പഴയതെല്ലാം മറന്ന് കെൻജിയോടൊപ്പം ജീവിക്കാൻ അവൾ തീരുമാനിക്കുന്നു. ഒരിക്കൽ കെൻജി മോറി എന്ന കൊടും കുറ്റവാളി നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് സങ്കടപ്പെടുമ്പോൾ പണ്ട് തൻ്റെ ജീവിതം നശിപ്പിച്ച അതേ മോറിയെ ക്യോക്കോ തിരിച്ചറിയുന്നു. കൂടാതെ കെൻജിയുടെ ബാഗിൽ അവൾക്ക് വേണ്ടി വാങ്ങിയ വിവാഹ മോതിരം അവൾ കാണുന്നുണ്ട്. വലിയ മാനസിക സംഘർഷത്തോടെ അവൾ റെന്നിൻ്റെ ഒളിത്താവളത്തിലേക്ക് പോകുന്നു. അവിടെ എല്ലി മൈ ലവ് എന്ന പാട്ട് വയ്ക്കുന്നു. പ്രതിമയായ റെന്നിനോട് അവൾ തൻ്റെ സങ്കടങ്ങൾ പറയുന്നു. റെൻ ഉണരുന്നുണ്ടെങ്കിലും അവന് പൂർണ്ണമായ ഓർമ്മകൾ ഉണ്ടായിരുന്നില്ല. ഒരു റേഡിയോ ജോക്കിയെ പോലെ അവൻ അവളുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നു. ക്യോക്കോ കരഞ്ഞുകൊണ്ട് മോറിയെ കൊല്ലണം എന്നാഗ്രഹിക്കുന്നു. അങ്ങനെയാണ് അവളും റെന്നും ചേർന്ന് മോറിയെ കൊലപ്പെടുത്തുകയും അത് ആത്മഹത്യയെ ചിത്രീകരിക്കുകയും ചെയ്തത്. റെൻ എന്താണോ ആഗ്രഹിച്ചത് അതുതന്നെയാണ് താൻ ചെയ്തെന്ന് ക്യോക്കോ വിശ്വസിക്കുന്നു. എന്നാൽ കെൻജി ഇത് അംഗീകരിക്കുന്നില്ല. അത് റെന്നല്ല, റെന്നിൻ്റെ മുഖമുള്ള വെറുമൊരു ജീവി മാത്രമാണെന്ന് അവൻ പറയുന്നു. യഥാർത്ഥ റെൻ ഒരിക്കലും ആരെയും കൊല്ലാനോ പ്രതികാരം ചെയ്യാനോ ആഗ്രഹിക്കില്ല. ഇത് ക്യോക്കോയുടെ മാത്രം പ്രതികാരദാഹമാണ്. സ്വന്തം അച്ഛനെ കൊന്ന മിയൂറയോട് തനിക്കും പ്രതികാരം ചെയ്യണമെന്നും എന്നാൽ അത് നിയമത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കുമെന്നും കെൻജി പറയുന്നു. അങ്ങനെ അവർ കഹോയെ കാണാൻ തീരുമാനിച്ച സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് കഹോ റെന്നിനെ കണ്ട അയാളുടെ പിന്നാലെ പോകുന്നു. ക്യോക്കോ കഹോയ്ക്ക് പിന്നാലെ. റെൻ നേരെ പോകുന്നത് ഗവർണർ മിയൂറയുടെ ഓഫീസിലേക്കാണ്. അവിടെ വെച്ച് അയാൾ വലിയൊരു ആക്രമണം അഴിച്ചുവിടുന്നിടത്ത് ഈ എപ്പിസോഡ് തീരുന്നു. അങ്ങനെ അവസാന അധ്യായം തുടങ്ങുന്നത് ഗവർണർ മിയൂറയുടെ തന്ത്രങ്ങളിലൂടെയാണ്. തനിക്ക് ജനങ്ങളുടെ സഹതാപം കിട്ടാൻ വേണ്ടി സ്വന്തം ഓഫീസിൽ തന്നെ വന്ന് തന്നെ അധികം പരിക്കേൽപ്പിക്കാതെ ആക്രമിക്കാൻ അയാൾ റെന്നിന് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ നഗരത്തിലെ വീടില്ലാത്ത പാവങ്ങളെ കൊല്ലാനും അയാൾ റെന്നിനോട് പറയുന്നു.
ഇതുകണ്ട് റെന്നിനെ നേരിടാൻ മിയൂറയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച് ജനങ്ങൾ അയാൾക്കൊപ്പം നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് സർവേകളിൽ അയാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഒന്നാമതേക്ക് എത്തുന്നു. ഇതൊരു വലിയ നാടകമാണെന്ന് കെൻജിക്കും ക്യോക്കോയ്ക്കും കഹോയ്ക്കും മനസ്സിലാകുന്നു. അവർ നേരെ റെന്നിൻ്റെ ഒളിത്താവളത്തിലേക്ക് പോകുന്നു. അവിടെ ഫ്യൂജിറ്റ് രഹസ്യമായി വെച്ചിരുന്ന ക്യാമറ അവർ കണ്ടെടുക്കുന്നു. അതിൽ മിയൂറ റെന്നിന് നൽകുന്ന കൊലപാതക നിർദ്ദേശങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ യാക്കൂസ കൊണ്ടകൾ അവിടേക്ക് വരുന്നു. സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി കെൻജി സ്വയം അവർക്ക് കീഴടങ്ങുന്നു. ക്യോക്കോയും കഹോയും ക്യാമറയുടെ മെമ്മറി കാർഡുമായി അവിടെ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെടുന്നു. യാക്കൂസ കൊണ്ടകൾ ക്യാമറ പരിശോധിക്കുമ്പോൾ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് മനസ്സിലാക്കുകയാണ്. അവർ റിക്കിയെ വിളിച്ചു വരുത്തുന്നു. കാർഡ് ആരുടെ കയ്യിലാണെന്ന് അറിയാൻ റിക്കി കെൻജിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നെങ്കിലും അതേസമയം അവിടേക്ക് മിയൂറ വരുന്നു. തനിക്ക് കൃത്യമായ ഉത്തരം തരാത്തതിന് ആളൊരു യാക്കൂസ കൊണ്ടേ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. കെൻജിയെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ വെറും മനുഷ്യ ഇന്ധനം മാത്രമാണെന്നും സമൂഹം സുഗമമായി മുന്നോട്ട് പോകാൻ ഈ ഇന്ധനങ്ങൾ കത്തിത്തീരേണ്ടത് അത്യാവശ്യമാണെന്നും അയാൾ ക്രൂരമായി പറയുന്നു. സമയം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കെൻജി കുറേ നേരം സംസാരിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ വീഡിയോ ക്യോക്കോയുടെ കയ്യിലാണെന്നും അവർ അത് ഇപ്പോൾ TV-യിൽ സംപ്രേഷണം ചെയ്യുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് ഭയന്ന മിയൂറ ക്യോക്കോയെ കൊല്ലാൻ റെന്നിനും കെൻജിയെ കൊല്ലാൻ യാക്കൂസകൾക്ക് നിർദ്ദേശം നൽകിയിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ മിയൂറ പോയ ഉടനെ തന്നെ കെൻജി തൻ്റെ കെട്ടുകളഴിച്ച് യാക്കൂസകളെ മുഴുവൻ അടിച്ചിടുന്നു. മറുവശത്ത് കഹോ തനിക്ക് കിട്ടിയ തെളിവുകൾ അടങ്ങിയ വീഡിയോ ഗവർണർ സ്ഥാനാർത്ഥിയായ കിരിഷിമയ്ക്ക് നൽകുന്നു. ആ വീഡിയോ വ്യാജമാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുമെന്ന് കിരിഷിമയുടെ സ്റ്റാഫ് ഭയപ്പെടുന്നുണ്ടെങ്കിലും ആ റിസ്ക് എടുക്കാൻ കിരിഷിമ തയ്യാറാകുന്നു. അങ്ങനെ ആ വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി പ്ലേ ചെയ്യാമെന്ന് കഹോ പറയുന്നു. എന്നിട്ട് അത് കിരിഷിമ റീപോസ്റ്റ് ചെയ്യാനും തീരുമാനിക്കുന്നു. ലൈവ് സ്ട്രീമിന് തയ്യാറെടുക്കുമ്പോൾ കഹോ തൻ്റെ മുഖത്തെ ജനനാടയാളം ബർത്ത് മാർക്ക് മറച്ചു വയ്ക്കുന്നില്ല. അവൾ തൻ്റെ അപകർഷതാബോധം പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. ഇതേസമയം തത്സുവയ്ക്ക് ഒബാറ്റയുടെ ഡയറി ക്യോക്കോ അയച്ചു കൊടുക്കുന്നു. കഹോയുടെ ലൈവിനൊപ്പം തന്നെ JNT നെറ്റ്വർക്ക് വൈറ്റ് സെൻറ്ററിലെ ചൂഷണങ്ങളെക്കുറിച്ചും മിയൂറയുടെ കൊലപാതക നിർദ്ദേശങ്ങളെക്കുറിച്ചും വലിയൊരു വാർത്താ പരമ്പര തന്നെ പുറത്തുവിടുന്നു. ആ സമയം മിയൂറ ഒരു വലിയ വേദിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയായിരുന്നു. പുറത്തയാൾ വളരെ നല്ലവനാണ്, എന്നാൽ ഉള്ളിൽ ഒരു കൊടും സൈക്കോപാത്താണ്. എന്നാൽ കഹോയുടെ ലൈവും JNT വാർത്തയും പുറത്തു വന്നതോടെ ജനങ്ങളുടെ ഭാവം മാറുന്നു. അവർ മിയൂറയ്ക്ക് നേരെ തിരികുകയും അയാളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഗത്യന്തരമില്ലാതെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കെൻജി ക്യോക്കോയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ തടയുന്നു. മിയൂറയെ അറസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രതികാരം ചെയ്യണമെന്നും റെന്നിനെ താൻ തടഞ്ഞുകൊള്ളാമെന്നും അവൾ പറയുന്നു. കെൻജി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി മിയൂറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചീഫ് ആദ്യം തടയുന്നുണ്ടെങ്കിലും പിന്നീട് സ്റ്റേഷനിലെ ബാക്കി എല്ലാ പോലീസുകാരും കെൻജിക്കൊപ്പം മിയൂറെ അറസ്റ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു. അവർ മിയൂറയുടെ ഓഫീസിലെത്തുമ്പോൾ അയാളെ അവിടെ കാണുന്നില്ല. അവർ കെട്ടിടം മുഴുവൻ തിരയാൻ തുടങ്ങുമ്പോൾ ഇതിനിടയിൽ യോഷിത വന്ന് കെൻജിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ ആബെ അവനെ തടയുകയും വലിയൊരു ഫൈറ്റ് നടക്കുകയും ചെയ്യുകയാണ്. യോഷിത ആബയെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും അബദ്ധത്തിൽ അവൻ സ്വയം താഴേക്ക് വീണ് മരിക്കുന്നു. മിയൂറ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഫോണിൽ തൻ്റെ മേലുദ്യോഗസ്ഥനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. താൻ ഇത്രയും കാലം കാണിച്ച കൂറ് അയാൾ പറയുന്നുണ്ടെങ്കിലും അവർ അയാളെ കൈവിടുന്നു. താനും വെറും ഒരു മനുഷ്യന്തരം മാത്രമായിരുന്നു എന്ന് അയാൾക്ക് വൈകിയ വേളയിൽ മനസ്സിലാകുന്നു. നിരാശയോടെ താഴേക്ക് ചാടാൻ പോകുന്ന മിയൂറയെ കെൻജി കൃത്യസമയത്ത് കയറി പിടിക്കുകയാണ്. അവർ രണ്ടുപേരും താഴേക്ക് വീഴാൻ പോകുമ്പോഴേക്കും ചീഫും ബാക്കിയുള്ള പോലീസുകാരും വന്ന് അവരെ രക്ഷിക്കുകയും മിയൂറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ക്യോക്കോ കെൻജിയുടെ കാർ എടുത്ത് റെന്നിനെ പഴയ JNT കെട്ടിടത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടുവരുന്നു. കാറിനുള്ളിൽ നിന്ന് കെൻജി തനിക്ക് വാങ്ങിയ വിവാഹ മോതിരം അവൾ കാണുകയും കരയുകയും ചെയ്യുന്നു. ആ പഴയ കെട്ടിടത്തിൽ ക്യോക്കോ എന്തോ തിരയുകയാണ്. റെൻ അവളുടെ തൊട്ട് പിന്നാലെ ഉണ്ട്. മിയൂറെ അറസ്റ്റ് ചെയ്ത ഉടനെ കെൻജി ക്യോക്കോയെ അന്വേഷിച്ച് വരുന്നു. ക്യോക്കോ അവനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റെന്നിനെ തടയാൻ വേറെ വഴികളൊന്നും ഇല്ലെന്നും സ്വയം ഒരിരയിൽ നിന്ന് റെന്നിനെ ആ കെട്ടിടത്തിലെ വലിയൊരു നിലവറയ്ക്കുള്ളിൽ വോട്ടിൽ പൂട്ടിയിടാനാണ് തൻ്റെ പ്ലാനെന്നും അവൾ ആ മെസ്സേജിൽ പറയുന്നു. അങ്ങനെ അവൾ ആ നിലവറ കണ്ടുപിടിക്കുകയും അവരെ രണ്ടുപേരെയും അതിനുള്ളിൽ വെച്ച് പൂട്ടുകയും ചെയ്യുന്നു. റെൻ അവളെ കൊല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് അവന് പഴയൊരു ഓർമ്മ വരുന്നു. റേഡിയോ ജോഗിയെ ചോദിച്ചപ്പോൾ കൊച്ചു ക്യോക്കോയുടെ ആഗ്രഹം റെൻ തൻ്റെ അച്ഛനാകണമെന്നായിരുന്നു. അവന് പതുക്കെ തൻ്റെ പഴയ ഓർമ്മകൾ തിരികെ വരാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും കെൻജി അവിടേക്കെത്തി ക്യോക്കോയുടെ പേര് വിളിച്ച് നിലവറ തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ റെന്നും ക്യോക്കോയും അവിടെ നിന്നും അപ്രത്യക്ഷരാകുന്നു. അവിടെ യാതൊരു രക്തവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്യോക്കോയുടെ സാധനങ്ങളും ആ വിവാഹ മോതിരവും മാത്രം അവിടെ അവശേഷിച്ചിരുന്നു. കഥ ഇവിടെ നിന്ന് ഒരു വർഷം മുന്നോട്ട് പോകുന്നു. റെന്നും ക്യോക്കോയും തമ്മിലുള്ള ബന്ധവും അവിടെ ദുരന്തപൂർണ്ണമായ ഭൂതകാലവും വാർത്തകളിൽ നിറയുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ അവർ രണ്ടുപേരും എങ്ങോട്ടോ അപ്രത്യക്ഷരായതാണെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. JNTയിലെ തത്സുവയെപ്പോൾ പോലീസുകാരുമായി ചേർന്ന് PR വർക്കുകൾ ചെയ്യുന്നു. കഹയ്ക്ക് ഇപ്പോൾ യൂട്യൂബിൽ 10 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവളുടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ സഹൻ ഫ്യൂജിറ്റിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നു. നമ്മുടെ നായകൻ കെൻജി ക്യോക്കോയുടെ ഒഴിഞ്ഞ ശവകുടീരത്തിൽ വന്ന് ആ വിവാഹമോതിരം അവിടെ വയ്ക്കുന്നു. അവൻ റെന്നിൻ്റെ ആ പഴയ റെക്കോർഡർ വീട്ടിൽ കൊണ്ടുപോയി എല്ലി മൈ ലവ് എന്ന പാട്ട് പ്ലേ ചെയ്യുന്നു. അവൻ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പെട്ടെന്ന് അവിടെ ക്യോക്കോയുടെ പുകരൂപം വേപ്പർ പ്രത്യക്ഷപ്പെടുന്നു. അതവൻ്റെ സ്വീകരണ മുറിയിൽ വെച്ച് പതുക്കെ ഒരു പ്രതിമയെ മാറാൻ തുടങ്ങുന്നു. എന്തോ ഒരു മാറ്റം തോന്നി കെൻജി ഉണ്ടെന്ന് നോക്കുന്നിടത്ത്
ഈ സീരീസിൻ്റെ അവസാന എപ്പിസോഡും പൂർണ്ണമാകുന്നു. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ അല്ലേ? കുറേ ഇമോഷണൽ മൊമെൻറ്റ്സും ഉണ്ട്. എന്തായാലും ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള പുതിയ എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം. സീ യു ലവ്ലീസ് ആൻഡ് ടേക്ക് കെയർ.